അതിവേഗത്തിലുള്ള കണികകളെ കൂട്ടിയിടിപ്പിച്ചാൽ പ്രപഞ്ചസത്യം അല്ലെങ്കിൽ പ്രപഞ്ചരഹസ്യം എന്തെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുമോ? ഈ ദൃശ്യപ്രപഞ്ചം അദൃശ്യമായ എന്തോ ഒന്നിൽ നിന്നുണ്ടായതാണ്. ഈ അദൃശ്യത 3 കാരണങ്ങൾ കൊണ്ടാവാം. 1. കാലം അഥവാ സമയം. പണ്ട് നടന്ന സംഭവങ്ങൾ ഇപ്പോൾ നമ്മൾക്ക് കാണുവാൻ സാധ്യമല്ലല്ലോ. ദേശം അഥവാ ദൂരം. കൊല്ലത്ത് നടക്കുന്ന സംഭവം നേരിട്ട് കാണുവാൻ കൊച്ചിക്കാരന് സാധ്യമല്ല, ഉപകരണങ്ങളുടെ സഹായത്താലല്ലാതെ. വിദൂരവും വിസ്തൃതവുമായ സൗരയൂഥത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ഒരു സാങ്കേതിക വിദ്യയാലും കാണുവാൻ സാധ്യമല്ല. 3. ശരീരം അഥവാ സൂക്ഷ്മത. സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങൾ ആധുനിക കാലഘട്ടത്തിലും ദൃശ്യമല്ല. ഉദാഹരണത്തിന് അണുവിനേക്കാളും സൂക്ഷ്മമായ ഇലക്ട്രോൺ, പ്രോട്ടോൺ എന്നിവ കണ്ണുകളാലും ഏതെങ്കിലും ഉപകരണത്തിന്റെ സഹായത്താലും കാണുക സാധ്യമല്ല. ഇതെല്ലാം അനുമാനങ്ങളിലൂടെയാണ് ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കുന്നത്. നേർത്ത സൂചി ഉപയോഗിക്കേണ്ട സന്ദർഭത്തിൽ കമ്പിപ്പാര അതിന് പകരമാവുമോ? ചെവി വൃത്തിയാക്കുവാൻ സാധാരണ ഉപയോഗിക്കാറുള്ള ചെവിത്തോണ്ടിക്കോ ഇയർബഡ്സിനോ പകരം തൂമ്പയോ ക്ലോസറ്റ് ബ്രഷോ ഉപയോഗിക്കാൻ സാധിക്കുമോ? ഓരോ കർമ്മവും ഫലപ്രദമാകുവാൻ അതിനനുസരിച്ചുള്ള ആയുധങ്ങളും ഉപകരണങ്ങളും ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് ഇലക്ട്രോൺ കാണുവാൻ സാധിക്കുമോ? ഇല്ലേയില്ല. അതിലും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള തരംഗങ്ങൾ ഉപയോഗിക്കണം. ഇങ്ങനെ സാങ്കേതികമായി വളരെ ദൂരം മനുഷ്യന് മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല എന്നുള്ളത് തീർച്ചയാണ്. മാത്രമല്ല ഈ കാഴ്ചയൊന്നും നേരിട്ടുള്ള കാഴ്ചയോ അനുഭവമോ അല്ല. ചുരുക്കി പറഞ്ഞാൽ ജഡവസ്തുക്കളായ ഇലക്ട്രോൺ, ഗാമാ റേസ് മുതലായവയെ ഉപയോഗിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ കഴിവ് കൂട്ടി ജഡങ്ങളായ സൂക്ഷ്മവസ്തുക്കൾ കാണുവാനും പഠിക്കുവാനും അനുഭവിക്കുവാനും ഒരു പരിധി വരെയേ സാധിക്കുകയുള്ളൂ. ഭാരതീയർ ഈ പ്രപഞ്ചത്തെ ചൈതന്യവും ജഡവുമായി 2ആയി തരംതിരിച്ചിരിക്കുന്നു. ദൃശ്യപ്രപഞ്ചത്തിന് മൂലം അദൃശ്യമായ ചൈതന്യമാണെന്ന് യോഗീശ്വരന്മാർ അവരുടെ അനുഭവജ്ഞാനത്താൽ നമ്മെ ഉപദേശിച്ചിരിക്കുന്നു. അദൃശ്യമായ ഈ പ്രാപഞ്ചിക കാരണത്തെ ഹിംസാപരമായി അതിവേഗത്തിലുള്ള കണികകളെ കൂട്ടിയിടിപ്പിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കുമോ? മൂഢബുദ്ധികളെ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അത്തരം ചിന്തകന്മാർ വികസിപ്പിച്ചെടുത്ത ഭീമാകാരമായ അതിസ്ഥൂലമായ ഒരു ഉപകരണമാണ് LHC ഓർ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ. ഇതിന് കോടിക്കണക്കിന് പണം ദുർവ്യയം ചെയ്യുകയുണ്ടായി. ഇത് പ്രവർത്തിപ്പിക്കുവാൻ വളരെയധികം ഊർജ്ജവും പ്രവർത്തനക്ഷമവുമായിരിക്കാൻ നിരന്തരം അറ്റകുറ്റപ്പണികളും ആവശ്യവുമാണ്. ഇത്രയൊക്കെ പ്രയത്നിച്ചിട്ടും പണം ദുർവ്യയം ചെയ്തിട്ടും സത്യം, അതായത് പ്രപഞ്ചസത്യം കണ്ടുപിടിക്കുവാൻ സാധിച്ചോ? അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് ഇക്കാര്യത്തിൽ പാശ്ചാത്യ ശാസ്ത്രകാരന്മാരുടെ പ്രയാണം തുടരുന്നു. പാവങ്ങൾ. ജഡവസ്തുക്കൾ ഉപയോഗിച്ച് ജഡവസ്തുക്കളെ മാത്രമേ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതും പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധ്യമല്ല. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് പാശ്ചാത്യ ശാസ്ത്രകാരന്മാരുടെ രീതിശാസ്ത്രമനുസരിച്ച് പ്രപഞ്ചരഹസ്യം ഒരിക്കലും കണ്ടുപിടിക്കുവാൻ സാധ്യമല്ലെന്നാണ്. ഇക്കാര്യത്തിൽ ഭാരതീയർക്ക് ആത്മവിശ്വാസത്തോടെ പാശ്ചാത്യരെ വെല്ലുവിളിക്കാം. പ്രപഞ്ചരഹസ്യങ്ങൾ അറിയുവാനുള്ള പരമമായ രീതിശാസ്ത്രം നമ്മുടെ യോഗീശ്വരന്മാർ ഉപദേശിച്ചു തന്നിട്ടുണ്ട്. ശാസ്ത്രീയമായ ആ അറിവും അതിനനുസരിച്ച് നമ്മുടെ ജീവാത്മാവോട് കൂടിയ ശരീരവും നിർദ്ദേശിച്ച പ്രകാരം ഉപയോഗിച്ചാൽ പ്രപഞ്ചരഹസ്യങ്ങൾ അറിയുക മാത്രമല്ല അനുഭവിക്കുകയും ആനന്ദത്തിൽ ആറാടുകയും ചെയ്യാം. ഈ ആത്യന്തിക അറിവുകളെ മറികടക്കുവാൻ ഇനി ആരാലും പാശ്ചാത്യ ശാസ്ത്രകാരന്മാർക്കോ മറ്റ് സംസ്കാരങ്ങൾക്കോ ഒരിക്കലും സാധ്യമല്ല. യോഗീശ്വരന്മാർ നമ്മോട് സദാ മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ജഡത്തെ ഉപയോഗിച്ചല്ല, മറിച്ച് ചൈതന്യത്തെ ആസ്പദമാക്കിയേ പ്രപഞ്ചസത്യത്തെയും നിയമങ്ങളെയും നമ്മൾക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ എന്ന്. യോഗ സാധനകൾ, അതായത് യമനിയമങ്ങൾ മഹർഷിമാർ നിർദ്ദേശിച്ചതുപോലെ അനുഷ്ഠിച്ചാൽ നമ്മുടെ പ്രജ്ഞയിൽ എല്ലാ അറിവുകളും തെളിയും. പതാഞ്ജലി യോഗദർശനത്തിൽ ഇതിനെപ്പറ്റി സ്പഷ്ടമായി പ്രതിപാദിച്ചിട്ടുണ്ട്. സമാധിപാദത്തിൽ ശ്ലോകങ്ങൾ 48, 49 ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം. ഋതംബരാ തത്ര പ്രജ്ഞ, ഇത് 48-ാം ശ്ലോകം. സുതാനുമാന പ്രജ്ഞാഭ്യാം അന്യവിഷയ വിശേഷാർത്ഥത്വാൽ, 49-ാം ശ്ലോകം. ഭാവാർത്ഥം ചുരുക്കത്തിൽ പറയാം. വേദശാസ്ത്രങ്ങളെ പഠിച്ചോ അഭിജ്ഞന്മാരുടെ മുഖത്തിൽ നിന്ന് കേട്ടോ ഉള്ള അറിവോടുകൂടിയ ബുദ്ധിയെ ശ്രുതബുദ്ധി എന്ന് പറയുന്നു. വേദശാസ്ത്ര പ്രമാണങ്ങളിൽ കൂടെ ചർച്ച ചെയ്തും അനുഭവം കൊണ്ടും യുക്തി കൊണ്ടും ഊഹിച്ചും ഉള്ള അറിവോടുകൂടിയ ബുദ്ധിയെ അനുമാന ബുദ്ധി എന്നും പറയുന്നു. ഈ 2 തരത്തിലുള്ള ബുദ്ധിയല്ലാതെ സാധാരണ ജനങ്ങൾക്കില്ല. എന്നാൽ പറയപ്പെട്ട 2 ബുദ്ധിയിൽ നിന്നും എത്രയോ ഉത്കൃഷ്ടയാണ് ഋതംഭരാ ബുദ്ധി. പ്രമാണമോ അനുമാനമോ ആപ്തവാക്യമോ കൂടാതെ തന്നെ വസ്തുസത്യം സ്വയം കണ്ടറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിനുള്ള സവിശേഷത. ഈ ഋതംഭരാത്വത്തിന് ദൃഢത വരുമ്പോൾ കാലം, ദേശം, ശരീരം എന്നിവയുടെ തടസ്സങ്ങൾ നീങ്ങി എല്ലാം അറിയാറായിത്തീരുന്നു. ഇങ്ങനെ ലഭിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ സംസ്കാരം കെട്ടിപ്പടുത്തിയത്. വേദത്തിലും ജ്യോതിഷത്തിലും ഒക്കെ ഉള്ള അറിവുകൾ നമ്മൾക്ക് കിട്ടിയത് ഇങ്ങനെയാണ്, അതീന്ദ്രിയതയിലൂടെ. ഇത് നാം ഒരു സമയത്തും മറക്കരുത്. ശാസ്ത്രാനുസാരിയായി കാലവൈപരീത്യത്താൽ ഈ അറിവിന്റെ ശൃംഖലയിലെ പല കണ്ണികളും നമ്മൾക്ക് നഷ്ടമായി.